Om Namah Shivaya children. Good morning. Today we are going to start our second term, chapter number 1, fractions. Okay, children, you have already must be learned about fraction. Fractions are parts of a whole. Suppose you have having a cake. Okay, you want to cut it into two pieces. Okay, the whole cake is a whole. It is said to be a whole. ആ ഒരു കേക്ക് മൊത്തത്തിൽ ഒരു ഹോളാന്ന് പറയുമോ whole, and when you cut it into a pieces, that will become a fraction of a whole cake. Okay, so fraction are part of a whole. It's a part of a whole, and whole may be a complete object or a collection of object. ഒരു കംപ്ലീറ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും ഒരു ഹോൾ. പിന്നെ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പാർട്ട്, ഒരു മൊത്തത്തിൻ്റെ ഒരു ചെറിയൊരു പാർട്ടാണ് ഫ്രാക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഇത് നോക്കിക്കോ, ഇതിൻ്റെ ഒരു പകുതി, ഇപ്പോൾ ഒരു പകുതിയാണെങ്കിൽ അതൊരു പാർട്ടാണ്. ഓക്കെ, one part out of two equal parts is expressed in fraction. One part out of two equal parts. That is, ഇപ്പോൾ ഒരു കേക്കിന് രണ്ട് ഈക്വൽ പാർട്ടായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ 1/2 വൺ പാർട്ട്. ഓക്കെ, പാർട്സ് റിഫർ ടു, ഇത് ഒരു കേക്കാണ്. ഓക്കെ, 1, അതിനെ രണ്ട് പീസായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഇത് 1 കേക്കും അതിനെ രണ്ട് ഭാഗമായിട്ട് മുറിച്ചതും. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് എന്നാ parts referred to by 2 എന്ന് പറയുന്നത് എന്നാ total number of equal parts. ഈക്വൽ പാർട്സ് മനസ്സിലായിനാ? 1 എന്ന് പറയുന്ന പാർട്സ് റിഫർ ടു, ഒരു പാർട്ട്, ഒന്നിൻ്റെ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചത് നിങ്ങൾക്ക്, ഇത് 1, അതിന് പകുതി മുറിച്ച് കഴിഞ്ഞാൽ ഇതൊരു പാർട്ട്, ഇതിൻ്റെ കേക്കിൻ്റെ ഒരു പാർട്ട്. ഇവിടെ ഒട്ടാകെ എത്ര പാർട്ട് ഉണ്ട്? 2 പാർട്സ് അല്ലേ? ഇത് ഒട്ടാകെ 2 പാർട്സ് ഉണ്ട്. ടോട്ടൽ 2 പാർട്സും ഇവിടെ ചെറിയൊരു പാർട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഇതൊന്ന്. അപ്പോൾ 2 പാർട്ടിൻ്റെ ഇത് രണ്ട് പീസസിൻ്റെ ഇതൊരു പാർട്ടാണ് ഫ്രാക്ഷൻ. അപ്പോൾ ഈ പാർട്സ് റിഫർ ടു എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലാണ് വരിക. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് എന്ന് പറയുമ്പോൾ ഒരു ബൈ ഡിവൈഡഡ് ബൈ ആണ്. അപ്പോൾ ബൈ ഡിനോമിനേറ്റർ, താഴെ വരുന്നത് ഡിനോമിനേറ്റർ. ഒരു പാർട്ടിൻ്റെ താഴെ എഴുതുന്നത് ഡിനോമിനേറ്ററും മേലെ എഴുതുന്നത് ന്യൂമറേറ്റർ. ഓക്കെ, ഒരു പാർട്ട് റിഫർ ടു എന്ന് പറയുന്നത് മേലെ വരുന്നത് ന്യൂമറേറ്ററും താഴെ വരുന്നത് ഡിനോമിനേറ്റർ. ഓക്കെ, ഡിനോമിനേറ്റർ. അപ്പോൾ 2 ഈക്വൽ പാർട്സ് ആണ്. രണ്ട് ഈക്വൽ, ഒരു ഹോളിന് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പാർട്ട് മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത് രണ്ട് പീസായിട്ട് മുറിച്ച് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ 1. അപ്പോൾ ഇതൊരു ഭാഗമാണ്, ഇതൊരു ഭാഗം. എത്ര പീസായിട്ട് മുറിച്ച്? 2. അപ്പോൾ 1/2. ഇതെത്രയായിരിക്കും? ഇതും 1/2, കാരണം ഇതൊരു പാർട്ടാണ്. ഈ 2 പീസിൻ്റെ അകത്ത് ഒരു പാർട്ടാണ്, 2 പീസിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ 2 പീസ് അതിൻ്റെ ഒരു പാർട്ടാണ് ഈ പീസും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കേക്കിൻ്റെ പകുതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പറയുക 1/2. നിങ്ങൾക്ക് 2 പീസ്, ആ ഒരു കേക്കിനെ 2 പീസായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളും നിങ്ങളൊരു ഫ്രണ്ടും ഉണ്ട്, ഒരു കേക്ക് പകുതിയായിട്ട് മുറിച്ച്. അപ്പോൾ പകുതിയല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ പകുതി കിട്ടുമ്പോൾ 2 പീസാണ് മുറിച്ചത്. അപ്പോൾ ടോട്ടൽ പാർട്ട് എത്രയാണ്? 2. അതിൻ്റെ ഏത് പാർട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അതിൻ്റെ ഒരു ഭാഗം. ആ 2 ഭാഗത്തിൻ്റെ നിങ്ങൾക്ക് ഒരു ഭാഗമാണ് കിട്ടുന്നത്. അപ്പോൾ 1, നിങ്ങൾക്ക് ഒരു ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ 1/2. മനസ്സിലായില്ലേ? ഓക്കെ, അതിൻ്റെ താഴെ നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ അകത്ത് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ ഫിഗർ ഗിവൻ ബിലോ ഫോർ ഈച്ച് ഷേപ്പ് കംപ്ലീറ്റ് ദ ടേബിൾ. ഓക്കെ,
അപ്പോൾ അവിടെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈക്വൽ പാർട്സ് ഇൻ ദ ഷേപ്പ്. അതിൻ്റെ അകത്ത് എത്ര ഈക്വൽ പാർട്സ് ഉണ്ട്? എത്ര ഈക്വൽ പാർട്സ് ഉണ്ട്? എണ്ണി പറഞ്ഞു തന്നിട്ട് എത്ര ഈക്വൽ പാർട്സ് ഉണ്ട് അതിൻ്റെ അകത്ത്? യെസ്, സോ യു ക്യാൻ സീ there are 8 equal parts in the first shape. So in the next box you can see fraction for shaded part. How many parts are shaded? 4. So 4 parts are shaded. So you have to write 4 in the numerator, and 4 parts are shaded out of how many parts? There are 8 equal parts. Out of 8 equal parts, there are 4 shaded parts. So 4 by 8. Now you have to write fraction for unshaded part. How you will write unshaded part? First you count how many parts are unshaded. How many parts are unshaded? 4. So 4 parts are unshaded. Out of how many parts? Out of total parts are there 8. So 4 by 8. Now next you can see a circle. In that 3 parts are shaded. Out of how many parts? Total parts are 8. You can see 8 equal parts are there. Out of that 3 parts are shaded. So equal parts in the shape. How many equal parts are there in the shape? Yes, 8. Very good, 8. So 8 are equal parts. Total parts are 8. So everywhere you have to write in the denominator 8. Denominator, total number of equal parts 8. So fraction for shaded part. How many are there shaded? 3. So 3 by 8. Fraction for unshaded part. So how many unshaded parts are there? Yes, count. 1, 2, 3, 4, 5. 5 are unshaded. So write 5. And how many equal parts are there? 8. So 5 by 8. 8 are total equal parts. Now next you have to write, okay? There are the third one you have to do, okay? That I will not do. Next is whole and fractions. Whole means I told you that is a full part. ഒരു മൊത്തം പാർട്ടാണ് whole. അതിൻ്റെ ഒരു പാർട്ടാണ് ഫ്രാക്ഷൻ. ഒരു ഹോൾ മൊത്തത്തിൻ്റെ ഒരു ചെറിയൊരു പാർട്ടാണ് ഫ്രാക്ഷൻ. അപ്പം നമുക്ക് നോക്കാം. ആദ്യം ഒരു പാർട്ട് എടുക്കാം. ഓക്കെ, ഇതൊരു പാർട്ട്. ഇത് പ്ലസ് വേറൊരു പാർട്ട്. ഓക്കെ, 2 പാർട്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് ഇത് മൊത്തത്തിൻ്റെ ഒരു ചെറിയൊരു പാർട്ടാണ്. അപ്പോൾ 1 എത്ര ടോട്ടൽ പാർട്ട് ഉണ്ട്? 2. അപ്പോൾ 1/2 അല്ലേ? ഇത് 1/2 ഒരു മൊത്തത്തിൻ്റെ, അതായത് ഒരു പാർട്ടാണ് ഇത്. ബൈ ഔട്ട് ഓഫ് എത്ര പാർട്ടാണ് ഇത്? 2. അപ്പോൾ പ്ലസ് ഇത് എത്രയാണ്? ഇത് ഒരു പാർട്ട് ഔട്ട് ഓഫ് 2 പാർട്സ്. 2 പാർട്സിൻ്റെ ഒരു ചെറിയൊരു പാർട്ടാണ്. 2 പാർട്സ് ചെയ്യുമ്പോൾ അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇതൊരു സർക്കിളായിട്ട് വരും. അപ്പോൾ ഇത് 2 പാർട്ടായിട്ടാണ് മുറിച്ചിട്ട് നമ്മൾ ഒരു കേക്കിനെ 2 പീസായിട്ടാണ് മുറിച്ചിട്ട് ഇങ്ങനെ ആക്കിയത്. ഓക്കെ, അപ്പോൾ ഇത് 2 ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവുക? ഇത് എത്ര ടോട്ടൽ എത്രയായി? ഇത് 2 പാർട്ട് അല്ലേ? ഇതിപ്പോൾ 2 പാർട്ട് ബൈ ഔട്ട് ഓഫ് എത്ര പാർട്ട്? 2 അല്ലേ? 2/2 എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരെണ്ണമാണ്. അതിനെയാണ് 2 ഈക്വൽ പാർട്ടാക്കി, പിന്നെ അതിനെ ഓരോരോ പാർട്ടാക്കി സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെയാണ്. ഇത് ഹോളും ഇത് ഫ്രാക്ഷനും. ഇതെത്രയാണ്? ഇത് ഹോൾ. ഇതൊരു ഹോളുമാണ്, ഇത് ഒരു ഫ്രാക്ഷൻ. ദിസ് ഈസ് എ ഹോൾ ആൻഡ് ദിസ് ഈസ് എ ഫ്രാക്ഷൻ ഓഫ് ഹോൾ പാർട്ട്. ഫ്രാക്ഷൻ ഓഫ് എ ഹോൾ പാർട്ട്. ക്ലിയർ? ഇനി നേരത്തെ ഡിവൈഡ് ചെയ്ത് നമ്മൾ ആ 2 പാർട്ടിനെ പിന്നും ഹാഫാക്കി. ഈ ഒരു പാർട്ട് നമ്മൾ ഹാഫാക്കിയത് അതിനെ പിന്നും ഡിവൈഡ് ചെയ്തപ്പോൾ ഇങ്ങനെ ചെറിയൊരു പാർട്ട്, പിന്നൊരു പാർട്ട്, ഇത് വേറൊരു രണ്ടാമത്തെ പാർട്ടിനെ പിന്നും ഡിവൈഡ് ചെയ്തപ്പോൾ ഇങ്ങനെ. അപ്പോൾ ടോട്ടൽ 4 പാർട്സായി കിട്ടി. അപ്പോൾ ഈ ഒരു പാർട്ട് എത്രയായിരിക്കും? ഇത് മൊത്തത്തിൻ്റെ ഒരു പാർട്ടാണ് അല്ലേ? ഇത് മൊത്തത്തിൻ്റെ ഒരു പാർട്ടും ഔട്ട് ഓഫ് എത്ര പാർട്ടായി? ഇപ്പോൾ ടോട്ടൽ 4 പാർട്ട്. അപ്പോൾ 1/4. ഇതും അതുപോലെ തന്നെ ഇത് 1 ഔട്ട് ഓഫ് എത്ര പാർട്ടാണ്? ഇത് 4. അപ്പോൾ 1/4. ഇത് 1 പാർട്ട് അല്ലേ? ഔട്ട് ഓഫ് 4 പാർട്സ്. ഇത് 1 പാർട്ട് ഔട്ട് ഓഫ് 4 പാർട്സ് അല്ലേ?
അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? ഇത് ടോട്ടൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ചേർത്ത് നമുക്ക് വെക്കാം. അതായത് ഇങ്ങനെ ഒരു സർക്കിൾ അതിന് 4 പാർട്ടാക്കി. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടൽ എത്രയായിരിക്കും? 4 പാർട്ട് ഒന്നിച്ച് വെച്ച് 4 പാർട്ട്. അത് ഔട്ട് ഓഫ് എത്ര പാർട്ടാണ്? 4 പാർട്ട്. അപ്പോൾ ഇത് എത്രയായിരുന്നു? 1. ഇത് 1ഉം അതായത് ഹോൾ പാർട്ട് അതിൻ്റെ ഓരോ പാർട്ട് എത്രയായിരിക്കും? 1/4. ഇത് 1/4. നേരത്തെ പറഞ്ഞതോ ഹാഫ് അല്ലേ? ഇത് 1/4. 1/4 എന്ന് പറയും. 1/4. 1/4ൻ്റെ 4th പാർട്ട്. ഒരു 4th പാർട്ടാണ്. ഒരു മൊത്തത്തിൻ്റെ ഒരു പാർട്ടാണ് 1/4. അതായത് 1/4. ക്ലിയർ? Okay, here the whole cake is divided into 3 equal parts. 3 parts ആയിട്ട് നേരത്തെ അതേ കേക്ക് 4 ഈക്വൽ പാർട്ട് ചെയ്ത സ്ഥലത്ത് ഇപ്പോൾ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത്. അപ്പോൾ ഒരു പാർട്ട് എങ്ങനെ എഴുതാം നമുക്ക്? ഇത് ഒരു പാർട്ടാണ് അല്ലേ? ഇത് ഔട്ട് ഓഫ് എത്ര ഈക്വൽ പാർട്സ്? 3. ഇത് 1 പാർട്ട് ഔട്ട് ഓഫ് ഈക്വൽ 3 പാർട്സ്. ഔട്ട് ഓഫ് 3 പാർട്സ് അല്ലേ? 3 പാർട്സ് ആണ് ഔട്ട് ഓഫ്, അതായത് ഒരു പാർട്ട് ഔട്ട് ഓഫ് 3 ഈക്വൽ പാർട്സ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ വരക്കാവുന്ന ഹോൾ സർക്കിൾ അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇത് 3 പാർട്ടല്ലേ? ഓക്കെ, അപ്പോൾ ഇത് എത്ര പാർട്സ് ഉണ്ട് ഇവിടെ? 3 ബൈ ഔട്ട് ഓഫ് ടോട്ടൽ എത്രയുണ്ട്? 3 അല്ലേ? 3 പാർട്സ് ഔട്ട് ഓഫ് 3 പാർട്സ് ആണ്. അപ്പോൾ ഹോൾ പാർട്ട് ഈസ് ഈക്വൽ ടു ഹോൾ ചെയ്യുമ്പോൾ 1 ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെ പ്രോബ്ലം ഉണ്ട് അതിൻ്റെ അകത്ത് എക്സസൈസിൽ. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഡിനോമിനേറ്റർ സപ്പോസ് 3 തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾ പാർട്ട് ആക്കണമെങ്കിൽ അതിൻ്റെ ന്യൂമറേറ്റർ എത്ര ആഡ് ചെയ്യണം? 3 തന്നെ അല്ലേ? എന്നാൽ 1 വരൂ. ഇപ്പോൾ 4 ആണെങ്കിലോ, ഇപ്പോൾ ഇവിടെ വിചാരിച്ചോ 4 ആണ്. ഇവിടെ വിചാരിച്ചോ 4, ഡിനോമിനേറ്റർ 4 ടോട്ടൽ പാർട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹോൾ പാർട്ട് ആക്കണമെങ്കിൽ, ഹോൾ പാർട്ട് എന്ന് പറയുമ്പോൾ ഒരു മൊത്തത്തിൽ ഒരു പാർട്ട് ആക്കി എടുക്കണമെങ്കിൽ അതിൻ്റെ ന്യൂമറേറ്റർ എത്ര ആഡ് ചെയ്യണം? 4. ഓക്കെ, എക്സസൈസിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്ത് നോക്കുക. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് യു ടേക്ക് 2 പാർട്സ് ഔട്ട് ഓഫ് 3 പാർട്സ്. നേരത്തെ നമ്മൾ ചെയ്തിട്ടില്ലേ 3 പാർട്സ്? സിയർ 3 പാർട്സ് 3 പാർട്സ് ഈക്വൽ ആയിട്ട് മുറിച്ചതിൻ്റെ അകത്ത് നിന്ന് 2 പാർട്ട് മാത്രം എടുക്കുക. ഇപ്പോൾ 1/3 1/3. ഇവിടെ നോക്കുക, 1/3 പ്ലസ് 1/3 2 പാർട്ട് മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ ഈസ് ഈക്വൽ ടു ഇങ്ങനെ വരും. അത് നമുക്ക് വരക്കാം. രണ്ട് പാർട്ട് മാത്രം എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 പാർട്ട് അതായത് 1/3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? 2/3. 1/3 2 1 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 2 3 ഔട്ട് ഓഫ് 3 പാർട്സ് ആണ്. ഔട്ട് ഓഫ് 3 പാർട്സ് ആണ് നമ്മൾ ഈ 2 പാർട്ട് മാത്രം എടുക്കുന്നത്. ഔട്ട് ഓഫ് 3 പാർട്സ് അല്ലേ? മൊത്തത്തിൽ ഇത് 3 പാർട്ടാണ്. അതിനകത്ത് 2 പാർട്ട് മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഔട്ട് ഓഫ് 3 ആണ് അല്ലേ? ഇത് ഈ 3 എഴുതാൻ മറന്നു പോകേണ്ട, കാരണം ഇത് ഹോളിൻ്റെ അകത്ത് 3 പാർട്ട് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഈ 2 പാർട്ട് മാത്രമേ, ഔട്ട് ഓഫ് 3 ഈ 2 പാർട്ട് മാത്രമാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 2/3. ഓക്കെ, now you can see a figure. In this, how many equal parts are there? Yes, tell me. It is there in your exercise textbook. How many? First answer is how many? 1 2 3 4 5 and 6. അപ്പോൾ എത്രയാണ്? 6 equal parts. The second question is related to this. That is, what is the fraction for each part of the whole shape? What is the fraction for each part of the whole shape? എന്തായിരിക്കും? ഒരു പാർട്ട്, നമ്മളിപ്പോൾ ഒരു പാർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് 1 ആയിരിക്കും അല്ലേ? ഔട്ട് ഓഫ് എത്രയാണ്? 6 പാർട്ട്. ദാറ്റ് ഈസ് ദ fraction for each part of the whole. Third one, what is the fraction for the shaded part? ഇതിനകത്ത് എത്ര പാർട്സ് ഷെയ്ഡഡ് ആണ്? 3 അല്ലേ? അപ്പോൾ 3 ഔട്ട് ഓഫ് എത്രയാ? 6. ദാറ്റ് ഈസ് ദ ഫ്രാക്ഷൻ ഫോർ ഷെയ്ഡഡ് പാർട്ട്. 3/6. The fourth question is, how many 1/6 make the whole shape? എത്ര 1/6 എടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഹോൾ ഷേപ്പ് കിട്ടുക? ഇപ്പോൾ ഇത് 1/6, ഇത് 1/6, 1/6, 1/6, 1/6, 1/6. അപ്പോൾ 6 1/6 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾ കിട്ടും അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞു തന്നിട്ടില്ലേ, നിങ്ങൾക്കിപ്പോൾ 6
ടോട്ടൽ 6 പാർട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ന്യൂമറേറ്റർ 6 ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 1 കിട്ടൂ. അപ്പോൾ ഇവിടെ 1/6 എത്ര 1/6 ചേർത്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് 1 കിട്ടുക? എത്ര? 6 1/6 ചേർത്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഹോൾ പാർട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതും ചെയ്യാൻ നിങ്ങൾ എക്സസൈസ് ചെയ്ത് പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത വീക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.